ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമ്മുടെ ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും ആരാധനയുമാണ് ദൈവം സ്വീകരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 6:14-18 വരെയുള്ള വാക്യങ്ങളിൽ നാം അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് തുടങ്ങിയ പല കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഥവാ അവിശ്വാസികളുമായി വിശ്വാസിയുടെ ഇടപെടിയിൽ രക്ഷാമാർഗം അവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിലായിരിക്കാം. അല്ലാതെ അവരുടെ ചില മാർഗങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുകയല്ല ഉണ്ടാകേണ്ടത്. ദൈവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പഴയ നിയമത്തിൽ ഏറ്റവും നിഷിദ്ധമായ അശുദ്ധി ദൈവത്തിന്റെ ആലയത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചതായിരുന്നു. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 7 മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ നമ്മുടെ ശരീരങ്ങളിൽ പിശാചിന് ഇടം കൊടുത്ത് അതിനെ അശുദ്ധമാക്കുന്നതാണ് ഏറ്റവും വലിയ അശുദ്ധി. സ്വാർത്ഥമോഹങ്ങളും സുഖ സ്നേഹികളും അതേപോലെ മാനവും അധികാരവും ധനവും അതൊക്കെ ആഗ്രഹിക്കുന്നവരുമായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നില്ല എന്നതാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. സത്യത്തിൽ നാം വിളിച്ചപേക്ഷിക്കണം. വളരെ അനുതാപത്തോടും താഴ്മയോടും കൂടെ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നാം വല്ലാതെ യാചിക്കൊണ്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ അവിടുത്തെ കൽപ്പനകള് നാം പ്രമാണിച്ച് അവിടുത്തേക്ക് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതാണ് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ്, അങ്ങനെയുള്ളവരുടെ യാചനയാണ് ദൈവം കേൾക്കുന്നത്. കൂടാതെ ദൈവവചനം പറയുന്നത് വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ അത് അവിടെ വെച്ച് സഹോദരനുമായിട്ട് നിരന്നിട്ട് വന്ന് പിന്നീട് യാഗം കഴിക്കുവാനായിട്ടാണ് അവിടെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പരമാർത്ഥ ഹൃദയത്തിൽ നിന്നുള്ളതാകുന്ന പ്രാർത്ഥന, ആരാധന, ഇതെല്ലാമാണ് ദൈവം എപ്പോഴും സ്വീകരിപ്പാനായിട്ട് ഒരുക്കമുള്ളവനായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ 66-ാം സങ്കീർത്തനത്തിന്റെ 18 മുതൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയങ്കൽ നിന്നെടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് അവിടെ പാടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അകൃത്യം വെച്ചുകൊണ്ടുള്ള ജീവിതം, അകൃത്യം വെച്ചുകൊണ്ടുള്ളതായ പ്രാർത്ഥന, ആരാധന, ഇതൊന്നും ദൈവം കേൾക്കുന്നില്ല, കൈക്കൊള്ളുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതെ പ്രിയമുള്ളവരെ, പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധീകരണത്തോടെ നാം ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന പക്ഷം നിശ്ചയമായിട്ട് ഒരു പിതാവിനോട് തന്റെ ആഗ്രഹങ്ങൾ തുറന്നു പറയുന്ന അതേ സ്നേഹത്തിലും ബന്ധത്തിലും നമുക്ക് നമ്മുടെ കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാൻ സാധിക്കും എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, അങ്ങനെ ആ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം.